நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നെ ഞാൻ ശല്യം ചെയ്യാനൊന്നും വരാറില്ലല്ലോ. പിന്നെ ഇന്നത്തെ ഈ വിളി ഇതെനിക്ക് മരണം വരെ മാറ്റിവെക്കാനാവില്ല ഇന്ദ്ര. പ്രത്യേകിച്ച് നിന്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകാൻ പോവല്ലേ. ഹർഷ, നീ വെറുതെ അനാവശ്യം വിളിച്ച് പറയരുത്. നിന്റെ ജാതകം നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇന്ദ്രന്റെ രണ്ടാമത്തെ കുഞ്ഞ് 7 മാസത്തിനകം ജനിക്കുമെന്ന്. ഇന്ദ്ര, ദാ ഇന്ദ്ര, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ആ, നിന്റെ ഒരിഷ്ടത്തിന് ഞാൻ ഇനി എതിര് നിൽക്കില്ല ഇന്ദ്ര. അല്ല, അനുപമയും മോനെയും പിരിഞ്ഞിരിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അല്ല, ഇനിയിപ്പം ഞാനുള്ള വീട്ടിൽ അവൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്നുകിൽ ഞാൻ ഇവിടുന്ന് മാറാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വാടക വീടെടുത്ത് മാറുന്നതിലും ഞാൻ ഇനി തടസ്സമൊന്നും പറയില്ല. അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? വിവാഹ വാർഷികത്തിന് ഞാൻ പോയി അനുവിനും മോനെ കണ്ടതുകൊണ്ടാണോ? അത് മാത്രമല്ല ഇന്ദ്ര, ആ, നീ എന്റെ മകനല്ലേ. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്നും നിനക്ക് സുസ്ഥിരമായൊരു ജീവിതം ഉണ്ടാവണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയും നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ നിന്നാൽ ശരിയാവില്ല. ഇപ്പോ ജോലിസര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നാളെ നാട്ടുകാരും പറഞ്ഞു തുടങ്ങും. ജോലിച്ചർ എന്താ അമ്മേ പറഞ്ഞേ? അതിനെക്കുറിച്ച് അമ്മ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരമ്മയ്ക്ക് മകനോട് ചോദിക്കാനും പറയാനും പറ്റിയ കാര്യങ്ങളല്ല അതൊന്നും. ജോലിസിന്റെ അടുത്ത് പോകുമ്പോ ആ ഭാനുമ്മയും കൂടെ കൊണ്ടുപോയത് വലിയ അബദ്ധമായിപ്പോയി. നീ പറഞ്ഞതുകൊണ്ടാ. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി നീ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇനി ജോലിസിന് പറഞ്ഞതൊക്കെ ആ ഭാനുമ്മ പാണം പാട്ട് പാടുന്നത് പോലെ എവിടെയൊക്കെ പാടി നടക്കുമെന്ന് ആർക്കറിയാം. അമ്മേ, ജോലിച്ചർ എന്താ പറഞ്ഞെന്ന് പറ. അത് പിന്നെ കുടുംബത്തിൽ ഒരാൾക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാണല്ലേ? മൂത്തയാൾക്ക് തന്നെ. മരുമകൾക്ക് വിശേഷം ഉണ്ടായി കാണുമല്ലോ. 2 മക്കളുടെ അച്ഛനായി ഇയാൾ ജീവിക്കുമെന്നാണ് വിധി. ഇന്ദ്രന്റെ രണ്ടാമത്തെ കുഞ്ഞ് 7 മാസത്തിനുള്ളിൽ ഈ ഭൂമിയിൽ ജനിച്ചില്ലെങ്കിൽ ഞാൻ ഈ ജ്യോത്സ്യപ്പണി നിർത്തും. നിന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അന്ന് അനുപമ പ്രസവിക്കേണ്ടതായിരുന്നു. അവളുടെ യോഗക്കുറവ് കാരണം ആ ജീവൻ മുള പൊട്ടിയപ്പോ തന്നെ ഇല്ലാതായി.
ആ പിന്നെ നിന്റെ തലയിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടാവുന്ന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയും ജനിച്ചേ പറ്റൂന്ന് വിചാരിക്കുക തന്നെ. ആ വിധിയെത്തെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? തലയിലെഴുത്തും വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ജോലിസിന് എന്തോ പൊട്ട പ്രവചനം നടത്തിയെന്ന് വെച്ച് അമ്മ എന്തിനാ അതൊക്കെ പോയി ഹർഷോട് പറഞ്ഞത്? എടാ, ഞാൻ എന്റെ സംശയം തീർക്കാൻ അവളുടെ അടുത്ത് പോയതാ. പത്മനാഭ ജോലിസിനെ എനിക്ക് വിശ്വാസമാ. അപ്പൊ പിന്നെ എനിക്ക് ഹർഷയെ സംശയിച്ചുകൂടെ ഇന്ദ്ര? എടാ, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിന്റേതാണെന്ന് അവള് സമ്മതിക്കുകയും ചെയ്തു. നീ പേടിക്കണ്ട ഇന്ദ്ര, അവള് നിന്നെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ലോകത്ത് വേറെ ആരോടും അവളിത് പറയുകയില്ല. പക്ഷെ അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്റെ മകന്റെ ചോരയാണെന്നുള്ള ചിന്ത എനിക്കെന്നും ഉണ്ടാവും. അങ്ങനെ ഒരു വിചാരം നിനക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാ ഇന്ദ്ര.